نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന KNM കോഴിക്കോട് സൗത്ത് നോർത്ത് ജില്ലയിലുള്ള ജില്ലാ നേതാക്കന്മാരെ, സമാദരണീയരായ ISMന്റെ സംസ്ഥാന ഭാരവാഹികൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സമുദായം പൊറുക്കാത്ത സമസ്ത അപരാധങ്ങൾ എന്ന കാലികമായ ഒരു പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ISM സംസ്ഥാന സമിതി ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ കേരളത്തിലെ വിവിധ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഈ വിഷയ സംബന്ധമായ ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃപരമായ പങ്ക് നിർവഹിച്ചിട്ടുള്ള കേരളത്തിലെ നവോത്ഥാന സംഘടനയാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മനുഷ്യരിൽ പിന്തിരിപ്പൻ ആശയങ്ങളും മാനുഷികമായ മൂല്യങ്ങളെപ്പോലും തകർത്തെറിയുന്ന ആത്മീയ ചൂഷണങ്ങളുമൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ വിവിധ സമുദായങ്ങളിൽ നിന്ന് നവോത്ഥാന നായകന്മാർ ഉണ്ടാവുകയും അവരുടെ എല്ലാവരുടെയും അക്ഷീണമായ പ്രയത്നത്തിൻ്റെ ഫലമായി നമ്മുടെ കേരളത്തിൽ എന്നുവേണ്ട ഇന്ത്യയിൽ പോലും നവോത്ഥാനത്തിൻ്റെ ഇത്തിരിവട്ടം നമ്മൾ കാണുകയുണ്ടായി. ഒരു ഭാഗത്ത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഡോക്ടർ പൽപ്പുവുമൊക്കെ അടങ്ങുന്ന ആളുകൾ വിവിധങ്ങളായ അവരുടെ ആചാരങ്ങൾ എന്ന് പറഞ്ഞ് വിശ്വാസരംഗത്തെ ജീർണതകളും ഒരുപാട് മലീമസമായ ആചാരങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ ആളുകളെ ഉയർത്തിക്കൊണ്ടുവന്ന് നവോത്ഥാനത്തിൻ്റെ പാതയിലേക്ക് ആ ഭാഗത്ത് നിന്ന് അവർ ക്ഷണിച്ചു. നേരെ ഇപ്പുറത്ത് മുസ്ലിം സമുദായത്തിലും ആത്മീയതയുടെ പേരിൽ നിരവധി ചൂഷണങ്ങളും ഒരുപാട് തട്ടിപ്പുകളും നടന്ന സന്ദർഭത്തിൽ സനാഉള്ള മക്തിത്തങ്ങളും വക്കം മൗലവിയും KM മൗലവിയും മൊയ്ദ് മൗലവിയും തുടങ്ങി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും അടക്കമുള്ള നവോത്ഥാന നായകന്മാർ സമൂഹത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തുറന്നുകാട്ടി മുസ്ലിം സമൂഹത്തെയും നേരിൻ്റെ നവോത്ഥാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്നു. ആ നവോത്ഥാനത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർ.
ഈ കാലഘട്ടത്തിലും നമുക്കറിയാം അത്തരം പിന്തിരിപ്പൻ ആശയങ്ങളുമായി ആത്മീയ ചൂഷണവുമായി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നത് അത്ഭുതത്തോടു കൂടിയാണ് ആളുകൾ കാണുന്നത്. കാരണം നമ്മളേറെ പുരോഗതി പ്രാപിച്ച ഒരു സമൂഹമാണ്. നമ്മൾ ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ചിന്തയെപ്പോലും കടിഞ്ഞാടിടാൻ കഴിയാത്ത വണ്ണം നമ്മുടെ ചിന്തയെ അനന്തവിഹായസിലേക്ക് പായിപ്പിക്കാൻ പറ്റിയ സുന്ദരമായ ഈ കാലഘട്ടത്തിൽ പോലും ആത്മീയ ചൂഷണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. നാം ആലോചിച്ചു നോക്കൂ, ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഈ പ്രപഞ്ചത്തെ ഒന്ന് എടുത്തു പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത്ര സുന്ദരമായി എഞ്ചിനീയറിംഗ് നിർവഹിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവിനെ കണ്ടെത്താൻ ഏറെ ഒന്നും ആലോചിക്കേണ്ടതില്ല. പക്ഷെ ആ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളെ അകറ്റാൻ വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ മനുഷ്യർക്ക് മുമ്പിൽ നമ്മൾ അനാവരണം ചെയ്യുന്നത്. നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഹൽ തറാ മിൻ ഫുതൂർ, ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന, അടുക്കടുക്കുകളായി ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു അപാകത മനുഷ്യരെ നിങ്ങളൊന്ന് ആലോചിച്ച് കണ്ടെത്തിത്തരൂ, നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല. വീണ്ടും വീണ്ടും നിങ്ങളുടെ ചിന്തയുടെ ദിശണയുടെ ഭാഗത്ത് നിങ്ങൾക്ക് തിരിച്ചുവിടാം. എവിടെയെങ്കിലും ഒരു പോരായ്മ ഇല്ല, മനുഷ്യന് കാണാൻ കഴിയുന്നില്ല. അത്രയേറെ സുന്ദരമായി, അത്രയേറെ കൃത്യതയോടുകൂടി പഠിച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലെ സൃഷ്ടാവിനെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് നാം നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ചിന്തയെ നമുക്ക് ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്ക് മുമ്പിൽ വെക്കേണ്ടതുണ്ട്. അങ്ങനെ പഠന വിധേയമാക്കുമ്പോൾ പലതരത്തിലുള്ള ആത്മീയ ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യരെ വിമോചിപ്പിച്ച് ഏറ്റവും സുന്ദരമായ നിർഭയത്വമുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇസ്ലാഹി പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒന്നിനെയും ഭയപ്പെടാത്ത, ഏകനായ പടച്ചതമ്പുരാനെ മാത്രം ഭയപ്പെടുന്ന ആ ഒരു തരത്തിലുള്ള വിശ്വാസരംഗത്ത് അടിയുറച്ച ആളുകളെ ഉണ്ടാക്കുക എന്നതാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇതിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിഷയാവതരണം ഇവിടെ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയുടെ ഉദ്ഘാടന സെഷനിലെ സ്വാഗത ഭാഷണമാണ് എന്നിൽ അർപ്പിതമായ കടമ. ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ KJUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PP മുഹമ്മദ് മദനി അവറുകളാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ഒരു പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കോഴിക്കോട് KNMൻ്റെ കോഴിക്കോട് സൗത്ത് ജില്ലാ സെക്രട്ടറി അബ്ദുസലാം വളപ്പിൽ, KNM കോഴിക്കോട് നോർത്ത് ജില്ലാ സെക്രട്ടറി NKM സക്കരിയ, ISM കോഴിക്കോട് സൗത്ത് ജില്ലാ സെക്രട്ടറി അഹമ്മദ് റൌഫ് എന്നിവരാണ്. അവരെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലെ പ്രസീഡിയം അലങ്കരിക്കുന്ന മരക്കാരുടെ സാഹിബ് പ്രസിഡന്റ് KNM കോഴിക്കോട് സൗത്ത് ജില്ല, പോക്കർ മാസ്റ്റർ പ്രസിഡന്റ് കോഴിക്കോട് നോർത്ത് ജില്ല, അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ, അതുപോലെ മരക്കാർ ഹാജി, അബൂബക്കർ നന്മണ്ട, പാലത്ത് അബ്ദുറഹിമാൻ മദനി, PP അബ്ദുസലാം കോളിക്കൽ, MC അബ്ദുറഹിമാൻ, AB മുഹമ്മദ്, അബ്ദുസലാം പുത്തൂർ, റസാഖ് കൊടുവള്ളി, ഗഫൂർ ഫാറൂഖി, ഷബീർ കൊടിയത്തൂർ, അബ്ദുൾ റഷീദ് അൽ ഖാസിമി, ഷാജി മണ്ണിൽ കടവ്, അഹമ്മദ് കുട്ടി മദനി, സുബൈർ മദനി, കമാൽ സാഹിബ് തുടങ്ങി നിരവധി KNMൻ്റെ ഭാരവാഹികളുണ്ട്. എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടന സമ്മേളനത്തിന് കഴിഞ്ഞ ശേഷം നടക്കുന്ന പ്രഭാഷണത്തിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കാരുണ്യത്തിൻ്റെ കരുതലാണ് പ്രബോധനം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ISMൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ മാമാങ്കര അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തെ ഈ ഉദ്ഘാടന സമ്മേളനം നിയന്ത്രിക്കുന്നത്
ISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സലാഹി അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ സെഷന് നന്ദി പറയുന്ന ISM കോഴിക്കോട് നോർത്ത് ജില്ലാ സെക്രട്ടറി ഷമീർ വാഗയാട്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും എല്ലാവരെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സംഗമത്തിൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ വേണ്ടി ബഹുമാന്യനായ ISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സലാഹിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.